നമസ്കാരം. നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങൾ തെങ്ങ് തടം തുറന്ന് കുമ്മായി ഇടേണ്ട ഒരു സമയമാണ്. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് കുമ്മായി ഇടുന്നത്. അതായത് നമ്മളെ കേരളത്തിലെ മണ്ണ് അസിഡിറ്റി കൂടിയ, അതായത് പുളിപ്പരസം കൂടുതലുള്ള മണ്ണാണ്. പുളിപ്പരസം കൂടുന്നതനുസരിച്ച്, അസിഡിറ്റി കൂടുന്നതനുസരിച്ച് മണ്ണിൽ തെങ്ങിൻ്റെ വേരുകൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തി കുറയും. അതൊന്ന് ക്രമീകരിക്കാൻ, pH ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർഷത്തിൽ ഒരു തവണ കുമ്മായി ഇടണം എന്ന് പറയുന്നത്. അത് തടം നന്നായി തുറന്നിട്ട് ഒരു വലിയ തെങ്ങ്, കായ്ക്കുന്ന തെങ്ങിന് 2 കിലോ കുമ്മായെങ്കിലും ഇടണം. അല്ലെങ്കിൽ ചെറിയ തെങ്ങിനാണ് 1 കിലോ ഇട്ടാലും മതി. അപ്പോൾ തെങ്ങിന് കുമ്മായി ഇടുന്നതിൽ വേറൊരു പ്രത്യേകത കൊണ്ട് ഗുണം കൂടെ ഉണ്ട്. അതിനകത്ത് ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും ഉണ്ട്. അപ്പോൾ തടത്തിൽ ഈ രണ്ട് പോഷകങ്ങൾ കിട്ടാനും കൂടി ഈ കുമ്മായി ഇടുന്നതിലൂടെ സഹായിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തടം നന്നായിട്ടൊന്ന് തുറക്കണം. നന്നായിട്ട് മോൾവേര് ലേശം മുറിഞ്ഞാലും കുഴപ്പമില്ല. തടം ചെരുവായിട്ട് ഇങ്ങനെ ചുറ്റും ഒരു 1/2 മീറ്ററെങ്കിലും ചുറ്റുള്ള തടം എടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ കൊത്തി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു 2 കിലോ വലിയ കുമ്മായി, ഇപ്പോൾ ഞാൻ വലിയ തെങ്ങാണ്, 2 കിലോ കുമ്മായെങ്കിലും ചുറ്റും ഇതാവുന്ന വിതറിയേക്കണം. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു പടി. അതിനകത്ത് പിന്നെ നമ്മളൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് മറ്റു വളങ്ങളിടുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു മണ്ണിലെ അണുബാധ കുറയ്ക്കാനും ഫംഗസ് ബാധ പരിഹരിക്കാനൊക്കെ ഈ കുമ്മായി ഇടുന്നതിലൂടെ സഹായിക്കും. അപ്പോൾ ഈ കുമ്മായി ഇടുന്നത് പലർക്കും അറിയുമെന്ന് അറിയത്തില്ല, എല്ലാവരും ചിലവരൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ശാസ്ത്രീയമായി പറയുന്നത് ഇതാണ്: നമ്മൾ അസിഡിറ്റി കൂടിയ മണ്ണിൽ അതിൻ്റെ പുളിപ്രസം കുറയ്ക്കാനും ഈ രോഗകീടങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ തടത്തിൽ കിട്ടാനും കൂടിയാണ്. അപ്പോൾ ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പച്ചില കമ്പോസ്റ്റോ പച്ച ചാണകമോ കുഴമ്പൊക്കെ ഇടാം. അതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്തായാലും ഉള്ള തെങ്ങിന് ഇതേപോലെ ഒന്ന് ചെയ്യാൻ നോക്കി ശ്രമിക്കണേ. നന്ദി, നമസ്കാരം.